നല്ലതാണ്. പുതിയ പിള്ളേർ സെറ്റൊക്കെ എങ്ങനെയുണ്ട്? അതെ, പഴയ പോലെ തന്നെ നല്ലത്. പഴയ ടീം പോലെ അടിപൊളി നല്ല മൂവിയാണ്. ഇപ്പൊ കുറെ നല്ല മൂവിയായിരുന്നു. ആശിർ അടിപൊളിയായിട്ട് നല്ല തൂക്കി അടിച്ച് ഒന്നും പറയാനില്ല. തിയേറ്റർ ഹൗസ്ഫുൾ എന്തായാലും അടിപൊളി. നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ 10 വെച്ച് നിർത്തിയതായിരുന്നു. പക്ഷെ അതിന്റെ ഒരു ഭയങ്കര ഫീലിംഗ് ഉണ്ട്. ഭയങ്കര എന്താ പറയുക, ഒന്നും പറയാനില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ എന്തായാലും വിളിക്കും. എല്ലാവരും വിളിച്ച് ഇപ്പൊ തന്നെ റിവ്യൂ പറയുന്നുണ്ട്. അടിപൊളി, ഉഷാറായിരുന്നു. നല്ല സൂപ്പർ പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് സത്യം ഫസ്റ്റ് ഹാഫ് ചിരിച്ചു പോയി. പക്ഷെ സെക്കൻഡ് ഹാഫ് നമുക്ക് കരഞ്ഞ് ഭണ്ടാറടങ്ങി മെഴുകിപ്പോയി. സ്കൂൾ ഓർമ്മകളല്ല, സ്കൂളിലെ ഓർമ്മയില്ല അത്, സ്കൂളിന്റെ വെളിയിലുള്ള ഓർമ്മകളാണ്. കാരണം അറിയാലോ ലഹരി. അതന്നെ സൂപ്പർ. ഹാഷിർ മാത്രമല്ല, ബാക്കി അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിരുന്നു. ആരെ മാറ്റിയെടുത്താലും എല്ലാവരും അടിപൊളി. ഫസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റിന് അത്ര ഉണ്ട്, പക്ഷെ അതിന് മേളിലില്ല, എന്നാലും ഉണ്ട്. ഫസ്റ്റിനെക്കാളും ബെറ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് നല്ല എന്റർടൈൻമെന്റ് ആണ്, സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇമോഷണൽ ആണ്. ഫസ്റ്റിനേക്കാളും നല്ല സെക്കൻഡ്. പണ്ട് പഠിച്ച കൂട്ടുകാരെ ഓർമ്മ വന്നോ പടം കണ്ടപ്പോൾ? കുഴപ്പമില്ല, ഇമോഷണൽ ആയിരുന്നു. എനിക്കങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും ഒന്ന് കരയുന്നുണ്ട് തിയേറ്ററിൽ. കുഴപ്പമില്ല, നല്ല ഫിലിം. സൂപ്പറായിട്ട് നന്നായിട്ട് പടം. കോമഡി എല്ലാം ഉണ്ട്, നിറയിക്കുന്നുണ്ട്. ലാസ്റ്റ് പടം തിരുമ്പോ അടിപൊളി. അതാണല്ലോ പഴയ സീനിൽ ഓർത്ത് നമ്മള് പോയിട്ട് വിളിച്ചു പറഞ്ഞു ഒന്നൊരു വൈകിട്ട് വന്നു ഒന്ന് കാണണം. ഓക്കെ, എല്ലാരും സൂപ്പർ. കോമഡി ഇമോഷണൽ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതാ. നിറഞ്ഞു, ഒരുപാട് നിറഞ്ഞു. അടിപൊളി പടം, സൂപ്പർ പടമാണ്. എന്തായാലും 1-നേക്കാട്ടും അടിപൊളിയായിട്ട് 2 തന്നെ എടുക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ആഷിർ സെറ്റാണ്. ആഷിറിന്റെ മെയിൻ റോൾ എന്ന് പറയാം. ആഷിറാണ് മെയിൻ. സൂപ്പും ഉറപ്പാണ്. അതെ, ഉറപ്പ്. എന്തായാലും നല്ല രീതിക്ക് നല്ല സിനിമ, നല്ല ഇഷ്ടപ്പെട്ടോ? നല്ല സിനിമയായിരുന്നു. ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? അടിപൊളി പടം. നൈസായിരുന്നു. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ തൂക്കി. എല്ലാരും അതെ, സാബിത്തും എല്ലാരും. ക്ലൈമാക്സും അടിപൊളിയായിരുന്നു. എല്ലാം ഇൻസ്റ്റയില് വൈറലായിട്ട് എല്ലാവരും മിക്കവാറുണ്ട്. ഇപ്പൊ നിലവിലുള്ള ഇൻസ്റ്റയിലുള്ള എല്ലാവരും മിക്കവാറും ഉണ്ട്. നല്ല വൈബായിരുന്നു. മെയിൻ അതില് മെയിൻ സബ്ജക്ട്സ് അവരായിരുന്നു. ഇമോഷനും എല്ലാം അവരാ ഡീൽ ചെയ്തത്. വാഴ 1 കിട്ടി അതേ ഫീലിംഗ് അവസാനം കിട്ടും. അതേ ടെംപ്ലേറ്റ് തന്നെ, അടിപൊളി പടം. അല്ല, ഗ്യാങ്ങിന്റെ മൊത്തം എല്ലാവർക്കും ഈക്വൽ സ്പേസാ. ഒരാൾക്ക് മാത്രം അങ്ങനെ ഹീറോ പദവി പോലെ അങ്ങനെയില്ല. എല്ലാവരും കോമഡി ഇമോഷൻസ് എല്ലാം ഉണ്ട്. അതേ വാഴ പോലെ തന്നെ, വാഴ പണ്ട് പോലെ തന്നെ സെയിം തന്നെ. പുറത്ത് തന്നെയാണ്. ഐസോടെ ബ്രോ ഒന്നും പറയാനില്ല. ഇമോഷൻ ആണെങ്കിൽ ഇമോഷൻ. ആശിർപിള്ളേ അടിച്ചിട്ടുണ്ട്. കിട്ടില്ല പടം. ആശിർ നോക്കി പിള്ളേരും നോക്കി. എല്ലാവരും ഐസോളം, എല്ലാവരും നൈസായിരുന്നു. പിന്നെ കോമഡിക്ക് കോമഡി, മാസിന് മാസ്, ഇമോഷൻ എല്ലാം ഉണ്ട്. കംപ്ലീറ്റ്ലി ഒരു എന്റർടൈൻമെന്റ് പടവും. വാഴ തൂക്കും, ഷുവർ. തൂക്കി, ഓൾറെഡി തൂക്കി. നൈസോളം. സൂപ്പറായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? പടം ഇഷ്ടപ്പെട്ടോ? ചിരിച്ചോ? ആരെ ഇഷ്ടപ്പെട്ടെ? ഹാഷിറിനെ ഇഷ്ടപ്പെട്ടോ? പടം എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡിയാണ്. സെക്കൻഡ് ഹാഫ് ഫുൾ ഇമോഷണൽ ആയി കളഞ്ഞ്. ഫുൾ അങ്ങനത്തെ രീതിയിലായിരുന്നു. സെക്കൻഡ് ഹാഫ് ഫുൾ ഇമോഷണലാണ്. കാരണം വെച്ചാൽ കരഞ്ഞ് ചെറുതായിട്ട്. അത് കരഞ്ഞോം കണ്ടതിനാല് അങ്ങനെയാണ്. രണ്ടും കൊള്ളാം. ഇമോഷനും കൊള്ളാം, കോമഡിയും കൊള്ളാം. അങ്ങനത്തെ രീതിയിലാണ്. ഫസ്റ്റിനെ കണ്ടി എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ട സെക്കൻഡാണ്. അങ്ങനെയൊന്നുമില്ല, ഫുൾ ടീം സ്കോഡാ. ഒരേപോലെ. അയ്യോ, നന്നായിട്ട്. നല്ല രീതിക്ക് കണക്റ്റിംഗ് ആയി. അതെ ഫ്രണ്ട്സാ എല്ലാവരും.
ഇമോഷണലായോ? ആ ഇമോഷണൽ എത്ര സ്കൂളിലാണോ പഠിക്കുന്നത്? +2 കഴിഞ്ഞു. നിങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ആവൂലോ പോലെ. ഫ്രണ്ട്സിനൊക്കെ വിളിക്കുമോ? ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നോ പടം കാണാൻ? ഇല്ല ഫാമിലി ആയിട്ടാണ്. ആണല്ലേ? പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞാണ്